ചുണ്ടിനും ചുണ്ടിനുമിടയിൽ വീണ്ടും പാത്രിയാർക്കൽ സ്ഥാനം നഷ്ടപ്പെട്ട സീറോ മലബാർ സഭ. സഭയിലെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി സീറോ മലബാർ സഭ പാത്രിയാർക്കി സ്ഥാനം ആവശ്യപ്പെട്ടെങ്കിലും വത്തിക്കാൻ അതിന് വഴങ്ങിയില്ല. യഥാർത്ഥത്തിൽ സഭയിലെ പ്രശ്നങ്ങൾ ഒന്നും തന്നെ പരിഹരിക്കപ്പെട്ടിട്ടില്ലെന്ന് വത്തിക്കാൻ ചൂണ്ടിക്കാട്ടി. തന്റെ മുൻഗാമിയായ ഫ്രാൻസിസ് മാർപ്പാപ്പ 2 പ്രാവശ്യം കത്ത് മുഖേനയും 1 പ്രാവശ്യം വീഡിയോ സന്ദേശം മുഖേനയും ആവശ്യപ്പെട്ട കുർബാന ഏകീകരണം ഇതുവരെ നടപ്പിലാക്കാതെ വിമത വിഭാഗവുമായി കൂട്ടിച്ചേർന്ന് മാർപ്പാപ്പയ്ക്ക് കത്തോലിക്ക സഭയിലുള്ള സവിശേഷമായ അധികാരത്തെ അട്ടിമറിക്കാൻ സീറോ മലബാർ സഭാ നേതൃത്വം ശ്രമിച്ചുവെന്ന് വത്തിക്കാൻ ചൂണ്ടിക്കാട്ടി. കുർബാനയിൽ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി വചന പീഠം അഥവാ ബേമ ഉണ്ടായിരിക്കണമെന്നത് കത്തോലിക്ക സഭയുടെ പൊതുവായ നിയമമാണ്. എറണാകുളത്ത് അതിൽ വെള്ളം ചേർക്കാൻ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിലും അദ്ദേഹത്തിന്റെ വികാരി ആർച്ച് ബിഷപ്പ് പാംപ്ലാനിയും ശ്രമിച്ചതാണ് വത്തിക്കാനെ ചൊടിപ്പിച്ചത്. എറണാകുളത്ത് എല്ലാ കുർബാനകളിലും ബേമ ഉപയോഗിക്കണമെന്നുള്ള സമവായ സർക്കുലറിലെ നിർദ്ദേശം പോലും നടപ്പിലാക്കാൻ ശ്രമിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വത്തിക്കാൻ ചോദിച്ചു. എഴുതിയത് തിരുത്തി അത് വീണ്ടും തിരുത്തി വിമതർക്ക് അനുകൂലമായതെല്ലാം നടത്തി കൊടുത്തിട്ടും കത്തോലിക്ക സഭയുടെ കുർബാനയിൽ വചനപീഠം ഉണ്ടായിരിക്കണമെന്ന പൊതു നിർദ്ദേശം പോലും നടപ്പിലാക്കാൻ സാധിക്കാത്ത സഭാധ്യക്ഷന് പാത്രിയാർക്കി സ്ഥാനം കൊടുത്താൽ അതുകൊണ്ട് സഭയ്ക്ക് എന്തു പ്രയോജനമുണ്ടാകുമെന്നും വത്തിക്കാൻ ചോദിച്ചു. സീറോ മലബാർ സഭയ്ക്ക് പാത്രിയാർക്കി സ്ഥാനം ലഭിക്കുവാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞതാണ്. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്ക് ഈ സ്ഥാനം ലഭിക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു വിമത വിഭാഗം എറണാകുളത്തെ പ്രശ്നങ്ങൾ നീട്ടിക്കൊണ്ടുപോയത്. പാത്രിയാർക്കി സ്ഥാനം ലഭിക്കുകയെന്നാൽ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തു പോവുകയെന്നും ഓർത്തഡോക്സ് സഭയായി മാറുകയെന്നുമാണ് അർത്ഥം എന്ന് അന്ന് പ്രചരിപ്പിച്ച വിമത വിഭാഗം മാർ റാഫേൽ തട്ടിലിന് പാത്രിയാർക്കി സ്ഥാനം നേടിയെടുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണിപ്പോൾ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കൽപ്പനകൾ ഇപ്പോഴും നിലനിൽക്കുന്നെന്നും അതിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ലെന്നും വത്തിക്കാൻ അസന്നിഗ്ധമായി അറിയിച്ചു. സിനഡ് തീരുമാനിച്ചതും മാർപ്പാപ്പ അംഗീകരിച്ച് കൽപ്പന പുറപ്പെടുവിപ്പിച്ചതുമായ കുർബാന ഏകീകരണം നടപ്പിലാകാതെ പാത്രിയാർക്കി സ്ഥാനം നൽകാനാകില്ല എന്നുമാണ് വത്തിക്കാൻ അറിയിച്ചിരിക്കുന്നത്. വത്തിക്കാനിൽ നിന്നും അപ്രതീക്ഷിതമായി ഉണ്ടായ തിരിച്ചടി വിമത വിഭാഗത്തെ അക്ഷരാർത്ഥത്തിൽ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണെന്നാണ് ലഭിക്കുന്ന വിവരം.